കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ശുഭപ്രതീക്ഷകളുടെ പ്രതീകമായി ഇത് ജാനുവരി മാസം എത്തിക്കഴിഞ്ഞു. ഈ മഞ്ഞുകാലത്തിൻ്റെ ചുണ്ടിലുമുണ്ട് വസന്തകാലത്തിലേക്കുള്ള സ്വാഗത വചനം. ശോഭന പ്രതീക്ഷകളിലേക്ക് വാതിൽ തുറക്കുമ്പോൾ നന്മയും സ്നേഹവും ഐശ്വര്യവും നിറഞ്ഞ ഒരു പുതുവർഷ പൂർണിമ ആശംസിച്ച് ഞങ്ങളിത് എത്തി. 9Aയിലെ ബോബി ടീച്ചറിനോടൊപ്പം കൂട്ടുകാരോടൊപ്പം ഞാൻ ആദിത്യ, ഞാൻ അമേയ. സൈനിങ് ഇൻ. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റേഡിയോ പ്രവറിലെ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പാഷനിസ്റ്റ് സിസ്റ്റേഴ്സ് ഓഫ് സെൻറ്റ് പോൾ ഓഫ് ദി ക്രോസ് ഇറ്റാലിയൻ കോൺഗ്രിഗേഷൻ അംഗമായ സിസ്റ്റർ ഹരിത ജോസഫാണ്. വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രധാന കമ്മ്യൂണിറ്റി ഹൗസ് ചേരാനല്ലൂരിലെ പവിത്രാത്മക നിവാസിയിലെ അംഗമായ സിസ്റ്റർ ഹരിതയെ ഓർമ്മച്ചെപ്പുകൾ തുറന്നപ്പോൾ എന്ന പ്രോഗ്രാമിലേക്ക് കൃത്യമായ സ്വാഗതം. കണ്ണീരോടെ കയറി കണ്ണീരോടെ പടിയിറങ്ങേണ്ടി വന്ന ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ജീവിതത്തിന് അർത്ഥവും നിറവും നൽകിയ ഒരു കലാലയ കാലം, നല്ല ഓർമ്മകൾ സമ്മാനിച്ച് ചിറക് വിരിച്ച് പറക്കാൻ പഠിപ്പിച്ച വിദ്യാലയ കാലഘട്ടം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സിസ്റ്റർ ഹരിത ജോസഫ്, 2010 10th ബാച്ചിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. കാലം ഒരുപാട് പിന്നിട്ട് പോന്നപ്പോൾ ഒത്തിരി സന്തോഷത്തോടെയും അഭിമാനത്തോടെയും എനിക്ക് പറയാൻ സാധിക്കും, ഞാൻ സെൻറ്റ് ഫിലോമിന സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ് എന്ന്. വർഷങ്ങൾ പിന്നിട്ട് പോരുമ്പോൾ നന്ദിയോടെ ഓർക്കുന്ന ഒത്തിരി മുഖങ്ങളുണ്ട്. അറിവും സ്നേഹവും കരുതലും തന്ന് ഞങ്ങളെ നയിച്ച സ്നേഹം നിറഞ്ഞ എല്ലാ അധ്യാപകർക്കും, നിങ്ങൾ തന്ന മാതൃകയ്ക്കും സ്നേഹത്തിനും ഒത്തിരി നന്ദിയും കടപ്പാടും. സൗഹൃദ വലയങ്ങൾ തീർത്ത് കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ, ചാവറാശൻ്റെ പുണ്യസ്പർശമേറ്റ പള്ളിമുറ്റവും സ്കൂളും, അങ്ങനെ ജീവിക്കുന്ന ഓർമ്മകൾ നൽകുന്ന വിദ്യാലയ കാലഘട്ടം. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കുറച്ച് അവധി ദിവസങ്ങൾ കിട്ടിയിരുന്നുവെങ്കിൽ എന്ന്. പക്ഷേ ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് സ്കൂൾ ലൈഫ്. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത നല്ല ഓർമ്മകളാണ് വിദ്യാലയ കാലഘട്ടം. ഒരു റിമോട്ട് പോലെ തന്നെ ബാക്കിലേക്ക് അടിച്ചു കളയാനുള്ള ഒരു ബട്ടൺ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നൊക്കെ ഞാൻ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ സ്കൂൾ ലൈഫ് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം. നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത നല്ല നിമിഷങ്ങൾ അതുമാത്രമാണ് ജീവിതത്തിൽ. ഒത്തിരിയേറെ ഓർമ്മച്ചിപ്പുകൾ തുറക്കുന്ന എൻ്റെ ദൈവവിളിയെ പരിപോഷിപ്പിച്ച ഇറ്റില്ലമാണ് എൻ്റെ വിദ്യാലയം. എന്നെപ്പോലെ ആയിരങ്ങളെ അവരുടെ കരിയർ വാർത്തെടുക്കുവാൻ ഈ വിദ്യാലയത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആദിത്യ, എന്തൊക്കെയാണ് നിന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ? ബീറ്റ തലമുറയുടെ വാതിലല്ലേ തുറന്നു വന്നത്? AI ചിന്തകളുടെ ഒരു ലോകം തന്നെ തുറന്നു വന്നിരിക്കുന്നു. പിന്നെ എന്ത് റെസൊല്യൂഷൻ? അത് ശരിയാണ്, ബീറ്റ തലമുറയോ? അതെന്താണ്? 2025 മുതൽ 2039 വരെ ബീറ്റ തലമുറയുടെ കാലഘട്ടമാണ്. 2013 മുതൽ 2024 വരെ ആൽഫ കാലഘട്ടമായിരുന്നു. ഈ കാലഘട്ടത്തിൽ ആരംഭിച്ച സാങ്കേതിക വിദ്യകളുടെ വളർച്ച നിർമ്മിത ബുദ്ധിയുടെ ലോകത്ത് എത്തി നിൽക്കുന്നു. ഇനി അങ്ങോട്ട് മറ്റൊരു ലോകം തന്നെയാണ്, വെർച്വൽ കാലത്ത് ആയിരിക്കും. ഈ കാലഘട്ടത്തിൽ ജനിക്കുന്ന കുട്ടികളുടെ കുട്ടിക്കാലം, ടെക്നോളജി മാതൃഭാഷയാകുന്ന കാലം അതിവിദൂരത്തല്ല. അപ്പോൾ ബീറ്റ തലമുറയുടെ ഒരു വലിയ മാറ്റം തന്നെ സൃഷ്ടിക്കും അല്ലേ? വെൽക്കം ബീറ്റ. ഇനി നമുക്ക് മിലേനിയൽസ് യുഗത്തിലെ ഒരു ഗാനം കേട്ടാലോ? 1988 ഇറങ്ങിയ തേസാബ് എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിൽ വരികൾ രചിച്ചത് ജാവേദ് അക്തർ ആണ്. ഈണം പകരുന്നത് അൽക്കയാനി. ഗാനം ആലപിക്കുന്നത് ആദിത്യ. ഡിങ് ഡോങ് ഡിങ്
ding dong ding ding dong ding ding dong dong ding dong ding dong 1 2 3 4 5 7 8 10 11 12 13 1 2 3 4 5 7 8 10 11 12 13 तेरा करो गिंग 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 इंतजार जा पिया आई बा तेरा करो दिन 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 इंतजार जा पिया आई बा 1 2 3 4 5 7 8 10 11 12 13 1 2 3 4 5 7 8 10 11 12 13 14 को तेरा संदेश आया 14 को तेरा संदेश आया 15 को आऊँगा ये कहलाया 14 को आए ना 15 को तो तड़पा के मुझको तूने क्या पाया 16 के देसी घर राजा पिया आई बा तेरा करो दिन 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 तो सारा जा पिया आई बा 1 2 3 4 5 7 8 10 11 12 13 1 2 3 4 5 7 8 10 11 12 13 तेरा करो दिन 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 तो सारा जा पिया आई बा तेरा करो दिन 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 तो सारा जा पिया आई बा 17 को समझी मैं संग छूट गया 18 को दिल टूट गया रो रो गुसारे में सारा 19 20 को दिल टुकड़े हुए भी फिर भी नहीं दिल से गया तेरा प्यार आजा पिया आई बा तेरा करो गिंग 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 इंतजार आजा पिया आई बा 1 2 3 4 5 7 8 10 11 12 13 1 2 3 4 5 7 8 10 11 12 13 You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. വാബി സാബി ഈ വാക്ക് കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? അതിലേറെ രസമാണ് ഈ ചിന്തകൾ. വാബി എന്നാൽ ഗ്രാമീണമായ ലാളിത്യം അല്ലെങ്കിൽ വിനീതമായ ചാരുത എന്നാണ് അർത്ഥമാക്കുന്നത്. സാബി എന്നാൽ അനുചാരുതയുടെ സൗന്ദര്യം അല്ലെങ്കിൽ വാർദ്ധക്യത്തിൻ്റെ ശാന്തത എന്നാണ് അർത്ഥമാക്കുന്നത്. ചുരുക്കത്തിൽ അപൂർണതയുടെ സൗന്ദര്യവും ജീവിതത്തിൻ്റെ ക്ഷണികമായ സ്വഭാവവും ആഘോഷിക്കുന്ന ജീവിത രീതിയായ വാബി സാബി ഒരു പരമ്പരാഗത ജാപ്പനീസ് തത്വചിന്തയാണ്. ഈ തത്വചിന്ത അനുസരിച്ച് നമുക്ക് ഈ യുഗത്തിൽ നല്ല ജീവിതം നയിക്കാൻ പറ്റുമോ എന്ന് ബോബി ടീച്ചറിൻ്റെ വാക്കുകളിലൂടെ ശ്രവിക്കാം. കൂട്ടുകാരെ, വാബി സാബി ഈ വാക്ക് കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? അതിലും ഏറെ രസമാണ് ഈ ജാപ്പനീസ് ചിന്താരീതി. അതിലും ഏറെ രസമാണ് ഇതനുസരിച്ച് ജീവിക്കാൻ പറ്റിയാൽ. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണേ. ഈ ഒരു കാര്യം നിങ്ങൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്താണെന്നല്ലേ? എന്നാൽ കേട്ടോളൂ. അവളെപ്പോലെ ആയിരുന്നെങ്കിൽ ഞാൻ ഒന്നും ചെയ്തിട്ട് ശരിയാവുന്നില്ല. എനിക്ക് സങ്കടം വരുന്നുണ്ട്. ഇതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. നമുക്ക് കുറവുകൾ എന്തൊക്കെയോ ഉണ്ടെന്ന് കരുതിയാണ് ഇങ്ങനെയൊക്കെ നാം പലപ്പോഴും ചിന്തിച്ചു കൂട്ടുന്നത്. എന്നാൽ നമുക്ക് നമ്മുടെ ഈ ചിന്തകളെ ഒന്ന് മാറ്റിയെടുത്താലോ? ആദ്യം നമ്മുടെ കുറവുകളെ സ്നേഹിക്കുക. നമ്മോട് തന്നെ നമ്മൾ പറയണം, എനിക്ക് കുറവുകളുണ്ട്, സാരമില്ല. അതും കൂടി ചേർന്നതാണ് ഞാൻ. എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളുമുണ്ടെന്നേ. ഇത് രണ്ടും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പറ്റാത്തതിൻ്റെ പേരിൽ ഞാൻ തലകുനിക്കേണ്ടതില്ല. അതിൻ്റെ പേരിൽ കളിയാക്കൽ കേൾക്കാൻ നിൽക്കേണ്ട കാര്യവുമില്ല. എന്തു കുറവുണ്ടെങ്കിലും എനിക്ക് എന്നെ ഇഷ്ടമാണ്.
എന്തേ, നല്ലതല്ലേ? ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ഈ നിമിഷത്തിൽ നന്നായി ജീവിക്കുക. ലളിതവും ചെറുതുമായ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. മടി മാറ്റാനുള്ള മനഃശാസ്ത്രപരമായ മാർഗങ്ങൾ കൂടിയാണിത്. ഉള്ളിൽ നിന്ന് ആത്മവിശ്വാസവും സ്വയം സ്നേഹവും തോന്നിയാൽ ലക്ഷ്യത്തിന് വ്യക്തത കൂടും. അപ്പോൾ പ്രവർത്തിക്കാനുള്ള ശക്തിയും കൂടും. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. പഠിക്കുക എന്നത് മാത്രമല്ല ലക്ഷ്യം. സ്നേഹവും നന്മയുമുള്ള മനുഷ്യരാകുക, നല്ല സ്വഭാവമുള്ളവരാകുക. ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ എല്ലാവരും പരമാവധി ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. പ്രിയം എന്ന സിനിമയ്ക്ക് വേണ്ടി വേണി ഇഗ്നേഷ്യസ് ഈണം പകർന്ന യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഒരു ഗാനം കേട്ടാലോ? ഗാനം ആലപിക്കുന്നത് അമേയ. കട്ടുറുമ്പിനു കല്യാണം, പൊട്ടുകുത്തണ ചെമ്മാനം, പട്ടുചുറ്റിയ പാപ്പാത്തി പാട്ടൊരുക്ക്, കെട്ടിലമ്മയ്ക്കു മിന്നാട്ടം, കട്ടെടുക്കണ താമ്പൂലം, പുത്തനിച്ച് വരുന്നേരം പൂവിരിക്ക്, ആളൊരുങ്ങ് വെള്ളിത്തേരൊരുങ്ങ്, ആടിമാസ കിഴവി വരുന്നേ, കയ്യിൽ ആട്ടുറവിൻ കുരവിനിരുന്നേ. ആഹാ, കട്ടുറുമ്പിനു കല്യാണം, പൊട്ടുകുത്തണ ചെമ്മാനം, പട്ടു ചുറ്റിയ പാപ്പാത്തി പാട്ടൊരുക്ക്, ഈച്ചയും മന്ദൻ പൂച്ചയും വാശിക്കൻ നന്മേടിച്ചു, ദോശയും പെരുത്താശയിൽ മീശയ്ക്കൻ തൻ കോപിച്ചു. തേനായാൽ പോരെ, മീനായാൽ പോരെ, തെങ്ങുമ്മൽ ശങ്കരം തന്നെ, ഉളിവിൽ പാലുണ്ണി, വളരിൽ വാലുണ്ണി, തത്തേ തവളെ മയിലേ കുയിലേ കൂ, കുക്കു കുക്കു കുക്കു. കട്ടുറുമ്പിനു കല്യാണം, പൊട്ടുകുത്തണ ചെമ്മാനം, പട്ടു ചുറ്റിയ പാപ്പാത്തി പാട്ടൊരുക്ക്. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഇനി നമുക്ക് ജോഷുവ പറയുന്ന ഒരു കഥ കേട്ടാലോ? അത്യാഗ്രഹിയായ മത്സ്യത്തൊഴിലാളിയുടെ കഥ. ഒരു ചെറിയ കടലോര ഗ്രാമത്തിൽ അലക്സ് എന്നു പേരുള്ള ഒരു മത്സ്യത്തൊഴിലാളി താമസിച്ചിരുന്നു. അസാമാന്യമായ മത്സ്യബന്ധന വൈദഗ്ധ്യത്തിന് പേര് കേട്ടവനുമായിരുന്നു അലക്സ്. അത്യാഗ്രഹി കൂടിയായിരുന്നു. ഒരു ദിവസം മീൻ പിടിക്കുന്നതിനിടയിൽ അലക്സ് ഒരു മാന്ത്രിക മത്സ്യത്തെ പിടികൂടി. അത് അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. കടലിലെ എല്ലാ മത്സ്യങ്ങളെയും പിടിക്കുന്ന ഒരു വലയെ അലക്സ് ആഗ്രഹിച്ചു. മാന്ത്രിക മത്സ്യം അവൻ്റെ ആഗ്രഹം അനുവദിച്ചു. പക്ഷേ നിന്റെ അത്യാഗ്രഹം നിന്റെ പതനമാകും എന്ന് മുന്നറിയിപ്പ് നൽകി. മുന്നറിയിപ്പ് അവഗണിച്ച് അലക്സ് തൻ്റെ പുതിയ വലയുപയോഗിച്ച് കടലിലെ എല്ലാ മത്സ്യങ്ങളെയും പിടികൂടി. അവൻ സമ്പന്നനായി. പക്ഷേ ഗ്രാമവാസികൾക്ക് അവരുടെ ഉപജീവനമാർഗമായ മത്സ്യബന്ധനം തടസ്സമായി. എല്ലാവരും കഷ്ടത്തിലായി. കടലും തരിശായി മാറി. കടലിലെ ആവാസ വ്യവസ്ഥ തന്നെ തകരാൻ തുടങ്ങി. അലക്സിന് തൻ്റെ തെറ്റ് മനസ്സിലായി. പക്ഷേ അത് വളരെ വൈകിപ്പോയി. കഥയുടെ ഗുണപാഠം: അത്യാഗ്രഹം നഷ്ടത്തിലേക്കും നാശത്തിലേക്കും നയിക്കും. സ്വന്തമായി ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുന്നു. അതേസമയം മറ്റുള്ളവരുടെ ഐശ്വര്യവും സമ്പത്തും ഇല്ലാതാക്കാൻ കാരണമാവുകയും ചെയ്യും. ഈ സെറ്റ് ജനറേഷൻ കാലഘട്ടമായ 2000-ൽ പുറത്തിറങ്ങിയ ദേവദൂതൻ എന്ന സിനിമയിലെ ഒരു മനോഹരമായ ഗാനം നമുക്കായി ആലപിക്കുന്നത് അമേയ ആൻഡ് ആദിത്യ. പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ, മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ, മണമെല്ലാം മധുരക്കനവായി മാറിപ്പോയി. മണിവില്ലിൻ നിറമുണ്ടോ, മഞ്ഞോളം കുളിരുണ്ടോ, ഒരു വട്ടം കൂടി ചൊല്ലാമോ. മൺവിൽ കൊടി മഞ്ഞായി, മഞ്ഞിലകൾ മണ്ണിൽ പോയി,
മൺവാസന ഇന്നെൻ നെഞ്ചിൽ പോയി. ഓ ഓ പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ, മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ, മണമെല്ലാം മധുരക്കനവായി മാറിപ്പോയി. പൂവേ പുതിയൊരു പൂമ്പാട്ടിൻ പൂമ്പൊടി തൂവാം നിൻ കാതിൽ, പ്രണയമരോദനമേറാമിനിയൊരു പല്ലവി പാടാം. തൊട്ടാൽ വാടിച്ചെണ്ടല്ല വെറും ഒരു മിണ്ടാ പെണ്ണല്ല, പാടില്ല പാടില്ല പാടാ കനവിൻ പല്ലവി വേണ്ട. ചന്ദ്രികാലോലമാ പൊൻകിനാ പന്തലിൽ നിന്നിലെൻ കവിതയായി മാറി ഞാൻ. തേനഞ്ചും നെഞ്ചിൽ അനുരാജപ്പൂക്കാലം. ഓ ഓ ഓ പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ, മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ, മണമെല്ലാം മധുരക്കനവായി മാറിപ്പോയി. മണിവില്ലിൻ നിറമുണ്ടോ, മഞ്ഞോളം കുളിരുണ്ടോ, ഒരു വട്ടം കൂടി ചൊല്ലാമോ. മണിവിൽ കൊടിമഞ്ഞായി മഞ്ഞിലകൾ മണ്ണിൽ പോയി, മൺവാസന ഇന്നെൻ നെഞ്ചിൽ പോയി. ഓ ഓ ഓ പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ, മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ, മണമെല്ലാം മധുരക്കനവായി മാറിപ്പോയി. പൂവേ പുതിയൊരു പൂമ്പാട്ടിൻ പൂമ്പൊടി തൂവാം നിൻ കാതിൽ, പ്രണയമരോദനമേറാമിനിയൊരു പല്ലവി പാടാം. തൊട്ടാൽ വാടിച്ചെണ്ടല്ല വെറും ഒരു മിണ്ടാ പെണ്ണല്ല, പാടില്ല പാടില്ല പാടാ കനവിൻ പല്ലവി വേണ്ട. ചന്ദ്രികാലോലമാ പൊൻകിനാ പന്തലിൽ നിന്നിലെൻ കവിതയായി മാറി ഞാൻ. തേനഞ്ചും നെഞ്ചിൽ അനുരാജപ്പൂക്കാലം. ഓ ഓ ഓ ഓ ഓ You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ശ്രദ്ധേയമായ കുതിപ്പുകൾക്കാണ് 2024 സാക്ഷ്യം വഹിച്ചത്. അവയിൽ ചിലത് പരിചയപ്പെടുത്തി തരുന്നത് ഇമാനുവൽ. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ശ്രദ്ധേയമായ കുതിപ്പുകൾക്കാണ് 2024 സാക്ഷ്യം വഹിച്ചത്. അവയിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം. അന്തരീക്ഷത്തിൽ നിന്നും നൈട്രജൻ വലിച്ചെടുത്ത് അമോണിയ ആക്കാനുള്ള കഴിവ് സങ്കീർണമായ കോശങ്ങളാൽ ഉള്ള ചെടിക്കും മൃഗങ്ങൾക്കും ഇല്ല എന്ന് കരുതപ്പെട്ടിരിക്കുന്നത്. അതിനെ തിരുത്തുന്ന കണ്ടുപിടുത്തം അടുത്ത കാലത്ത് ഉണ്ടായി. കടൽ ആൽഗകളുടെ കോശങ്ങളിൽ ഇതിനു വേണ്ട നൈട്രോപ്ലാസ്റ്റിനെ കണ്ടെത്തി. ഭാവിയിൽ ചെടികൾക്ക് തങ്ങൾക്ക് വേണ്ട അമോണിയം വളം സ്വയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഈ കണ്ടെത്തൽ നയിച്ചേക്കാം. അടുത്ത ഒരു നേട്ടമാണ് പഴയ ഈച്ചയുടെ സമ്പൂർണ്ണ മസ്തിഷ്ക മാപ്പ്. പൂർണ്ണ വളർച്ചയെത്തിയ പഴയ ഈച്ചയുടെ മസ്തിഷ്കത്തിൻ്റെ സമ്പൂർണ്ണ മാപ്പ് ഉണ്ടാക്കാൻ ഗവേഷകർക്കായി ആദ്യമായാണ് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ജീവിയുടെ മസ്തിഷ്കത്തെ മുഴുവനായും മാപ്പ് ചെയ്തെടുക്കാൻ കഴിഞ്ഞത്. ഭാവിയിൽ മനുഷ്യ മസ്തിഷ്കത്തെയും സമാന രീതിയിൽ മാപ്പ് ചെയ്യുന്നതിലേക്കുള്ള ആദ്യ ചുവടാണിത് എന്ന് കരുതപ്പെടുന്നു.
അത് സാധ്യമായാൽ പല രോഗങ്ങൾക്കുമുള്ള പ്രതിവിധി എളുപ്പമാകും. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് നൈനയിൽ നിന്നും ആരോമൽ. ക്ലാസ് PTA ജനറൽ ബോഡി, മാതാപിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് എന്നിവ ജനുവരി 7-ാം തീയതി ചൊവ്വാഴ്ച 12:30 മുതൽ നടത്തപ്പെട്ടു. ബോധവൽക്കരണ ക്ലാസ് നയിച്ചത് വരാപ്പുഴ എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസർ ആഷ്ലിൻ PV ആണ്. പ്രസ്തുത ക്ലാസ്സിൽ എല്ലാ മാതാപിതാക്കളും പങ്കെടുത്തു. അന്നേ ദിനം തന്നെ മാതാപിതാക്കൾ കുട്ടികളുടെ പഠന നിലവാരം വിലയിരുത്തി. കേരള സംസ്ഥാന ആം ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ സെന്റ് ഫിലോമിനാസ് ഹൈസ്കൂളിൽ അജിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. വിജ്ഞാനവേദിയിൽ തലമുറകൾക്ക് വെളിച്ചമേകിയ നമ്മുടെ വിദ്യാലയത്തിൻ്റെ 134ാമത് വാർഷികവും അധ്യാപിക രക്ഷകർത്തൃ ദിനവും പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ ആദരണീയരായ മഹത് വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ജനുവരി 10 വെള്ളിയാഴ്ച സെന്റ് ഫിലോമിനാസ് പാരിഷ് ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. യുഫണി 25 വാർഷിക ആഘോഷങ്ങൾക്ക് അധ്യക്ഷപദം അലങ്കരിച്ച് സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ സുജിത് സ്റ്റാലിൻ ആണ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തത്. പൊൻകതിർ MD ശ്രീ ബിജോയ് PR ആണ് കൾച്ചർ പ്രോഗ്രാം ഉദ്ഘാടനം നിർവഹിച്ചത്. സീനിയർ ആർട്ടിസ്റ്റായ ശ്രീ ആബിഷ് ആൻ്റണിയാണ് പ്രസ്തുത വാർഷികാഘോഷത്തിൻ്റെ സെന്റ് ഫിലോമിനാസ് ദീർഘകാലം സേവനമനുഷ്ഠിച്ച അധ്യാപകർക്ക് സമുചിതമായ യാത്രയയപ്പ് നൽകി. ഹയർ സെക്കൻഡറിയിൽ നിന്നും ഷിനിമോൾ ടീച്ചർ, ഹൈസ്കൂളിൽ നിന്നും മേഴ്സി ടീച്ചർ, ആനി ഫംല ടീച്ചർ, റീജൽ ടീച്ചർ, ടീന ടീച്ചർ എന്നീ അധ്യാപകരാണ് 2024-25 അധ്യയന വർഷം സെന്റ് ഫിലോമിനാസിൽ നിന്നും വിരമിച്ചത്. വർണ്ണാഭമായ കലാപരിപാടികളോടെ വാർഷികാഘോഷ പരിപാടികൾ സമാപിച്ചു. ഈ പുതുവർഷത്തിൽ നമുക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാം. സഹജീവി സ്നേഹത്തിൻ്റെ സമർപ്പിത മുന്നേറ്റം കൊണ്ട് മറികടക്കാൻ ആകാത്ത പ്രതിസന്ധികളില്ല. നാളെയുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്ത ലഹരിമരുന്ന് സംഘങ്ങളെ ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ. കളങ്കമില്ലാത്ത കൈകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ശുഭപ്രതീക്ഷകളിലേക്ക് വാതിൽ തുറക്കാം. നന്മയിലേക്കുള്ള വഴികൾ മറക്കാതിരിക്കുക. കരുതലും കരുണയും ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകാതെ സൂക്ഷിക്കുക. പ്രതിസന്ധികളിലേക്ക് ലക്ഷ്യബോധത്തോടെ കൈകോർത്ത് മുന്നേറാം. അടുത്ത എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ഈ സുന്ദരദിനത്തിന്റെ ഹൃദയമായ ആശംസകൾ നേർന്നുകൊണ്ട് നൈനയിലെ ബോബി ടീച്ചറിനോടൊപ്പം കൂട്ടുകാരോടൊപ്പം ഞങ്ങൾ ആദിത്യ, അമ്മ ആൻഡ് അനീറ്റ സൈനിങ് ഓഫ്. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ